ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ തിരിച്ചറിവാണ് നമ്മളെ ഒരാൾ ഒരിക്കലും മറക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ ഇന്നും ഒരാളുടെ ഓർമ്മയിലുണ്ട് എന്നുള്ളത്. യെശയ്യായുടെ പുസ്തകത്തിൽ കർത്താവ് കൃത്യമായി അരുളി ചെയ്യുന്നുണ്ട്, ബെറ്റമ്മ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അതായത് ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് കരുതുന്നവർ പോലും ചിലപ്പോൾ നമ്മളെ മറന്നേക്കാം. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ മറന്നേക്കാം. കാരണം അനേകം മക്കളിൽ ഒരാൾ മാത്രമായിരിക്കാം അവർ നിങ്ങൾക്ക്. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ നമ്മളെ മറന്നേക്കാം. അനേകം കൂട്ടുകാരിൽ ഒരാളായിരിക്കാം നമ്മൾ. അല്ലെങ്കിൽ നമ്മുടെ ബോസ് നമ്മളെ മറന്നേക്കാം. അനേകം ജോലിക്കാരിൽ ഒരാൾ മാത്രമായിരിക്കാം നമ്മൾ. പക്ഷേ ദൈവത്തിന് നമ്മൾ അങ്ങനെയല്ല. നമ്മളെല്ലാവരും പ്രിയപ്പെട്ടവരാണ്. ഓരോ വ്യക്തിയെയും വ്യക്തിപരമായിട്ടാണ് ദൈവം സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ആ തമ്പുരാൻ എപ്പോഴും ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്കത് വിശ്വസിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.